സംസ്ഥാന ബജറ്റിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 750 കോടി രൂപ വിലയിരുത്തുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ദുരന്തബാധിതർ. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും പുനരധിവാസം സാധ്യമാകും വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തുടരണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു. വയനാട്ടിൽ നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2 ടൗൺഷിപ്പുകൾ നിർമ്മിച്ചുകൊണ്ട് മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്കൊപ്പം ദുരന്ത ബാധിതരുണ്ട്. ഒപ്പം അവർ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ട് കഴിയുകയാണ്. ഈ വേളയിലാണ് ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായിട്ടുള്ള മനോജ് നമുക്കൊപ്പം ചേരുന്നു. ബജറ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ബജറ്റിനെ ഞങ്ങൾ തീർത്തും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടൗൺഷിപ്പിന് വേണ്ടിയുള്ള ഫണ്ട് അതിൽ മുഴുവനായിട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മറ്റു കാര്യം ഇപ്പോൾ കുറച്ച് ആശങ്കകളുണ്ട്. ആശങ്ക എന്ന് മീൻസ് ഇപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നിടത്ത് ഈ കറണ്ട് ചാർജ് കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. കാരണം അവർ അവിടെ ഉപയോഗിച്ച പോലെയല്ല, അവിടെ തോട്ടങ്ങളിൽ നിന്ന് വിറക് ശേഖരിച്ചുൾപ്പെടെ കുക്കിംഗ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇൻഡക്ഷൻ കുക്കറും അതുപോലെ തന്നെ പാചക ഗ്യാസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ജോലി ഇല്ലാത്തത് കാരണം ഇവർക്ക് ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ബില്ലും ഇവിടെ വരുന്നുണ്ട്. വീട് മുഴുവനായിട്ട് പോയ ആളുകൾക്ക് എല്ലാ ലിസ്റ്റിലും അവരുടെ പേര് ഉൾപ്പെടുന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ജോൺ മത്തായി സാറിൻ്റെ മാർക്കിങ്ങിൻ്റെ അപ്പുറത്ത് ഒറ്റപ്പെട്ട വീടുകളുണ്ട്, കുറച്ച് ഒറ്റപ്പെട്ട വീടുകളുണ്ട്. ഈ വീടുകൾ ഇതിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടേണ്ട കുറച്ച് വീടുകളുണ്ട്. ആ വീടുകളും കൂടി ഉൾപ്പെടണം. അപ്പോൾ അവർക്കൊക്കെ ആശങ്കയാണ്. ഏട്ടാ, എങ്ങനെയാണ് ബജറ്റിനോടുള്ള പ്രതികരണം? ബജറ്റിനോട് നന്നായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് പെട്ടെന്ന് ചെയ്തു തരണം. വീടാണല്ലോ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ആ വീട് പെട്ടെന്ന് ദ്രുതഗതിയിൽ ചെയ്തു തരണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. നിലവിൽ കുടുംബങ്ങൾ സർക്കാർ നൽകിയിട്ടുള്ള വിവിധ ക്വാർട്ടേഴ്സുകളും അതുപോലെ വാടക വീടുകളും ഒക്കെയാണ് കഴിയുന്നത്. വീട്ടമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടിലാണ്. അമ്മ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ? സർക്കാരിൻ്റെ ബജറ്റിലെ പ്രഖ്യാപനമൊക്കെ വന്നിരിക്കുന്നു. ഞങ്ങളെ പേര് ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല, ഒരു വിവരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വീട് വേണം. ഞങ്ങൾക്ക് ജീവിക്കാനും ഒരു വഴിയില്ല, ഒരു പണി ഒന്നുമില്ല. ലോണുകൾ എടുത്തിട്ടുണ്ട്, അതും തള്ളിപ്പോണം. സ്വർണ്ണം വെച്ചിട്ടുണ്ട്, അതും തള്ളിപ്പോണം. പിന്നെ ഞങ്ങൾക്ക് ഈ 9,000 റുപ്യ കയറും വേണം. വീട് നമുക്ക് ആവശ്യമാണ്, വീട് നമുക്ക് വേണം. നമ്മൾ വീടെല്ലാം പോയതാണ്. പിന്നെ അതുപോലെ 300 റുപ്യ വെച്ച് നമുക്ക് കയറുന്നത്, അതൊന്ന് കയറുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നമ്മൾ സുഖമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമുക്ക് വീട് നിർബന്ധമായിട്ട് നമുക്ക് വേണം. പെട്ടെന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ വീട് എന്തായാലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ആ വീട് വേണം. കാരണം ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് ഗവൺമെൻറ് എല്ലാവരും ഒഴിവാക്കിച്ചതാണ്. പക്ഷേ വീട് ഞങ്ങൾക്കത് കിട്ടിയേ പറ്റുള്ളൂ. എന്നാലും വലിയ ഒരു പ്രയാസത്തിലാണ് ഓരോ കുടുംബവും കഴിയുന്നത്. അവർ അതിൻ്റെ ഒരു വേദനയാണ് പങ്കുവെക്കുന്നത്. ഈ ബജറ്റിനെ ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നു. വലിയ സന്തോഷമുണ്ട് ബജറ്റിൽ ഈ തുക വകയിരുത്തുന്നതിന് എന്നവർ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി അതിൻ്റെ പുനരധിവാസം വളരെ വേഗത്തിൽ സാധ്യമാക്കണം എന്നുള്ള ആവശ്യം കൂടി കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. വയനാട്ടിൽ നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24.